ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങനെ ജയഭാരതി മുത്തശ്ശി നേരെ കണിമംഗലത്തൊക്കെ എത്തിയിരിക്കുകയാണ്. അത് എന്നിട്ട് പിന്നെ ശ്യാമക്ക് വിളിച്ച് നന്ദി പറയുന്നൊക്കെ ഉണ്ട് വരുന്നതിൻ്റെ അച്ഛന്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഉർവശി റൂമിൽ കയറിയ സമയത്താണ് ഗൗതം വിളിക്കുന്നത്. അവൻ ഗൗതം കോൾ ചെയ്യുന്നത് കണ്ടിട്ട് വേഗം ഫോൺ എടുത്തിട്ട് അവനോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് ട്രൈ ചെയ്യും, നിൻ്റെ ഫോൺ എപ്പോഴും സ്വിച്ച് ഓഫ് ആണല്ലോ, ഞാൻ വിചാരിച്ചു നീ നമ്പറൊക്കെ മാറ്റി കാണും എന്നൊക്കെ വിചാരിച്ച് ഇവനെങ്ങനെ ആദ്യം വഴക്ക് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഓരോ നെട്ടോട്ടത്തിലായിരുന്നു, അച്ഛനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഓട്ടത്തിലായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഫോണൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, അതാണ് സ്വിച്ച് ഓഫ് ആകുന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്മനങ്ങനെ ഇവനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, നീ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ, അതിനെന്താ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെങ്കിൽ വിളിക്കണ്ടേ, ആ വിളിക്കാൻ അവൻ ഫോൺ എടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ അവനോട് ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉർവശി പറയുന്നുണ്ട്, നീ അറിഞ്ഞോടാ, നമ്മുടെ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെങ്കിൽ ഈ പ്രിയങ്കയ്ക്ക് ബുദ്ധി നേരെ ആയാൽ അവൾ കോടതിയിൽ അച്ഛനെ മരിച്ചു പോയ കുട്ടിയായിട്ട് നമ്മുടെ അച്ഛന് കൊലപാതകത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അവൾ നേരിട്ട് കോടതിയിൽ പറഞ്ഞാൽ ഈ കേസ് ഒഴിഞ്ഞു നമ്മുടെ അച്ഛനെ പുറത്താക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഇവനോട് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് അത് ശരിയാണ്, അവളെ ബുദ്ധി ഒന്ന് നേരെ ആവണ്ട, അവളെ ബുദ്ധി ഒന്ന് നേരായിട്ട് കോടതിയിൽ അവൾ എല്ലാ സത്യം പറഞ്ഞാൽ അച്ഛന് ഇതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവളൊന്ന് പറഞ്ഞു കിട്ടിയാൽ പിന്നെ നമ്മുടെ അച്ഛനെ ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എന്നാൽ നീ കേട്ടോ, പ്രിയങ്കയ്ക്ക് ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, അവളൊക്കെ നമ്മളെ മുന്നിൽ ഇവിടെ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗൗതം അത് കേട്ട് അങ്ങ് ഞെട്ടാണ്. ഗൗതം പറയുന്നുണ്ട്, എന്താ അമ്മ പറഞ്ഞത്, അവൾക്കപ്പം ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ചോദിക്കണേ. അപ്പം ഉർവശി പറയുന്നുണ്ട്, അവൾക്ക് ബുദ്ധിക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും നമ്പറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം, അവിടെ ബുദ്ധിയൊക്കെ ശരിയായിട്ട് കാലം കുറേ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട്, എനിക്കും ആ സി സാറിനും പണ്ടേ അവളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ അവരൊന്ന് പിടി തരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉർവശി പറയുന്നുണ്ട്, ഇനി നീ നേരെ ചെന്നിട്ട് അവളോട് കയർത്ത് സംസാരിക്കാനോ അവളെ ഷൗട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ടേ, നല്ല തന്ത്രപൂർവ്വം തന്നെ കാര്യങ്ങൾ നീക്കണം, നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ചെയ്തോ, ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറഞ്ഞിട്ട്, എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അമ്മേ. പറഞ്ഞു തീരുന്നതിൻ്റെ മുന്നേ ഉർവശി പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, അച്ഛൻ്റെ കാര്യമൊക്കെ ആലോചിച്ചാൽ പിന്നെ ഒരു ടെൻഷനുമാണ്, ഒരു ജീവിക്കാനൊരു സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ ഉർവശി ഇങ്ങനെ പറയാണ്, ഇവിടെ ഉള്ളവരെ പരിഹാസവും ഇതൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഗൗതം പറയുന്നുണ്ട്, എന്നാൽ കേട്ടമ്മേ, ഞങ്ങൾ ഒരുപാട് പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ഇങ്ങനെ വർക്കൗട്ടായി തുടങ്ങിയിരിക്കുകയാണ്, അപ്പോൾ എന്തായാലും അച്ഛൻ ഇറങ്ങി കഴിയുന്നത് വരെ ഉള്ളൂ ഇത്ര കഷ്ടപ്പാട്, അത് കഴിഞ്ഞ് വന്നാൽ നമ്മൾ കണിമംഗലത്തുള്ള ഇപ്പോൾ ചിരിക്കുന്നവന്മാരെ ഒന്നായിട്ട് കരയിപ്പിക്കാൻ പോവാണ്, നേരെ കണിമംഗലത്ത് വന്ന് ആകെ അടിച്ച് തുരത്താൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതം ഉർവശിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെ പ്ലാൻ ഏത് വരെ പോകുമെന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം, എന്തായാലും ഇവരെ പ്ലാൻ എന്തായാലും ഒരു തലക്കൊന്ന് ഫ്ലോപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്, അങ്ങനെ കണിമംഗലം അങ്ങനെ തകർത്ത് എറിയാനൊന്നും ഇവർക്ക് എന്തായാലും കഴിയില്ല, അത് കൂടെയുള്ളത് ആ സി ഐ സാറല്ലേ, അയാൾ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ആ തൊപ്പി തെറിക്കാൻ പോകണമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പിക്കാമല്ലോ, അപ്പോൾ പിന്നെ അയാളെ പൊസിഷൻ പോയാൽ ഇവരെ പ്ലാൻ ഏകദേശമൊക്കെ ഫ്ലോപ്പായി തുടങ്ങും, പുറമെ ആ ബെഞ്ചമിനാണെങ്കിൽ ഇവരെ പറ്റിക്കാനും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ വേറൊരു ട്രാപ്പിലൂടെ വേറൊരു വഴിയിലൂടെ ഒരു ട്രാപ്പിൽ ചാടുകയാണെന്ന് ഉറപ്പിക്കാം. എനിക്ക് ഉർവശിനോട് പറയുന്നുണ്ട്, ഞാനും സി ഐ സാറൊക്കെ ഒരുപാട് പ്ലാനൊക്കെ ചെയ്ത് വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്, അതുവരെ അമ്മ ഒന്ന് സഹിച്ചാൽ മതി, ഇനി നമ്മുടെ നാളുകളാണ് എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്ലാൻ എന്തുവരെ എന്നൊക്കെ നമുക്ക് എന്തായാലും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇവൻ പറയണ്ടേ, ഞാൻ എന്തായാലും ആ സി ഐ സാറിന് എത്രയും പെട്ടെന്ന് ഈ പ്രിയങ്കയ്ക്ക് ബോധം ഇല്ലാത്ത കാര്യം അവൾ അഭിനയിച്ചതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞ് കൊടുക്കട്ടെ, അമ്മ ഫോൺ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോൺ വെക്കുകയാണ്. പിന്നെ കണിമംഗലത്ത് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുടെ റൂമിലാണ് വരുണും രാധികയും, അവർക്ക് ആ മുത്തശ്ശി അനുഭവിച്ച ആ സങ്കടങ്ങളിൽ നിന്ന് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അടുത്ത് തന്നെ നിൽക്കുകയാണ്, അവർ വിട്ടുപോകാതെ റൂമിൽ രാധിക ഉണ്ട്, കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞങ്ങനെ കൊടുക്കുകയാണ്. അപ്പം വരുൺ അവിടെ അവളെ അടുത്ത് ഇരിക്കുന്നുമുണ്ട്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, മതി മോളെ തടവിയത്, കുറേ നേരമായില്ല തടവിയിട്ട്, എനിക്കാണെങ്കിൽ കാലിന് വേദന ഒന്നുമില്ല, നീ വെറുതെ ഇങ്ങനെ തടവൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ രാധിക പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല മുത്തശ്ശി, നന്നായി തടവണം, കാരണം മുത്തശ്ശിക്ക് ഒരു ദിവസം തറയിൽ കിടന്നുറങ്ങിയതല്ലേ, അതൊന്നും ശീലമില്ലാത്തതല്ല മുത്തശ്ശിക്ക്, അപ്പോൾ നല്ല മേലുവേദനയും എല്ലാം ഉണ്ടാകും, എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണേ. അപ്പം ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളിങ്ങനെ ടെൻഷനാവൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇങ്ങനെ ഡിപ്രസ്ഡായി നിൽക്കൊന്നും വേണ്ട, ഇതൊക്കെ ഒരു ചെറിയൊരു നിസാര കാര്യമായിരുന്നു ഈ നടന്നത് എന്നൊക്കെ ഇവരോട് ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊന്നും വരുണൊന്നും മിണ്ടാതെ തലയും താത്തിയിരിക്കണേ.
അപ്പോൾ അത് ജയഭാരതി മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്താടാ വരണേ, നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ തല അങ്ങ് പൊക്കി നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരികയാണ്. അവനവിടെ ഇരുന്ന് കരയാണ്. അപ്പം മുത്തശ്ശി ആകെ തകർന്നു പോവാണ്. അപ്പോൾ മുത്തശ്ശീൻ്റെ സൗണ്ടൊക്കെ ഒന്ന് ഇടറിയിട്ട് ഇങ്ങനെ മുത്തശ്ശി സംസാരിക്കുകയാണ്. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, ഇതൊക്കെ ഒരു നിസാരമാണ് എന്നൊക്കെ അവനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അവൻ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്കറിയാം, മുത്തശ്ശി ഇങ്ങനെ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവും വിചാരിച്ചിട്ട് ഇങ്ങനെ വെറുതെ പറയുന്നതല്ലേ, അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ മുത്തശ്ശി പറയുന്നു വേണ്ട. മുത്തശ്ശി നാണം കെട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നൊന്നും മുത്തശ്ശിക്ക് ഇങ്ങനെ ഇടറിയിട്ടില്ല. ഈ സമയത്താണ് മുത്തശ്ശിക്കൊന്ന് കാലിടറിയത്. അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു സോൾവ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാനൊന്ന് തകർന്നു തോന്നുന്ന സമയത്തൊക്കെ ഞാൻ നേരെ ഓടി വരുന്ന മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശി പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു എനർജി ഉണ്ടായിരുന്നു. എനിക്ക് ഊർജ്ജം തരുന്നത് മുഴുവനും മുത്തശ്ശിയായിരുന്നു. ആ മുത്തശ്ശിയാണ് ഇപ്പോൾ തളർന്ന് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൻ ഭയങ്കര കരച്ചിലൊക്കെ വരികയാണ് ഇവന്. ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജയഭാരതി മുത്തശ്ശി ആകെ സങ്കടപ്പെട്ട് നിൽക്കണേ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, രാധിക മോളെ, ഇവനോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇവനോട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരോട് പറയുന്നുണ്ട്, എടാ നമ്മൾ വിചാരിച്ച പോലെ ഈ സുകുമാരി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കേസൊന്നുമല്ല, അവർക്ക് നല്ല പവർഫുള്ളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു നിസ്സാര സ്ത്രീയൊന്നുമല്ല, അവർക്ക് പുറത്ത് സഹായിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവർ തുടങ്ങി വെച്ചത് ഒരു ചെറിയൊരു യുദ്ധമാണെങ്കിലും അത് ഒരു ചെറുതൊന്നുമല്ല, അവർക്ക് നല്ല പവർഫുള്ളായിട്ടുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് ജയഭാരതി മുത്തശ്ശി പറയുന്നത്. മുത്തശ്ശി, ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും ഉറപ്പ് തരാം, ആ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കാരനാണ് ഇപ്പം മുത്തശ്ശി ജയിലിൽ കിടന്നത്. അതുകൊണ്ട് ആ CI മോഹനെതിരെ ഞാൻ അയാളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരിക്കും. അയാളെ തൊപ്പി ഞാൻ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അയാളെ തൊപ്പി ഞാൻ താഴെ വെച്ചിരിക്കും. ഇതൊക്കെ നോക്കിക്കോ മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അതിനൊക്കെ ഓരോ സമയമുണ്ട്, നീ ഇങ്ങനെ ധൃതി കൂട്ടണ്ട, ദൈവം എല്ലാത്തിനും ഓരോ സമയം കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അതിനൊക്കെ കാത്തിരുന്നോ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേഗം പോയിട്ട് റൂമിൽ പോയി ഉറങ്ങിക്കോളി, ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്, എനിക്കൊന്ന് കിടക്കണം എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറയണേ. അവർക്ക് മുത്തശ്ശിനെ ഒന്ന് വിട്ടു പോകാൻ കഴിയുന്നില്ല, കാരണം അത്രയും സഹിച്ച് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയണം. അപ്പോൾ ജയവർദ്ധി മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് പൊക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുക. അവൻ പറഞ്ഞു വിടുന്നതിൻ്റെ ഇടയിൽ അവർ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. അതിൻ്റെ ഇടയിൽ മുത്തശ്ശി വിളിച്ചിട്ട് അവരോട് പറയുന്നത്, പിന്നെ പ്രിയങ്ക എന്തായാലും ഇന്ന് രാത്രി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും വരില്ല, അതുകൊണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ആറ്റുവാശ്ശേരിയിൽ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവരുടെ കാര്യം ഫുള്ള് കോമഡിയാണ്. കാരണം ഈ CI മോഹനും അറിഞ്ഞിട്ടുണ്ട് അവരെയും പറ്റിക്കായിരുന്നെന്ന് ഗൗതമും അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഇവരും അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി ഇവർ അറിഞ്ഞിട്ടില്ല, നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവിടെ നിന്ന് ജയിലിൽ നിന്ന് റിലീസായ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഈ പ്രിയങ്ക ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അല്ല നമ്മളോട് അങ്ങനെ വിളിച്ച് വെച്ചിട്ട് പിന്നെ കാര്യങ്ങളൊന്നും അയാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഒരു അപ്ഡേഷനും കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ സുകുമാരി മുത്തശ്ശി പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, അതിന് മോളെ അയാൾ ആ CI മോഹൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്, ഒരു കാര്യത്തിൽ പിടിച്ചാൽ പിന്നെ ആ പിടി വിടില്ല, അട്ടനെ പോലെ അങ്ങനെ പിടിച്ച് നിൽക്കും, അതുകൊണ്ട് നമുക്കൊരു പേടിയും പേടിക്കേണ്ട, അവനെ വിട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ആ ജയഭാരതി മുത്തശ്ശി ഇപ്പോൾ തറയിലൊക്കെ കിടന്ന് അങ്ങനെ ഉറങ്ങുമായിരിക്കും. പോരാത്തതിന് അവരുടെ പേരക്കുട്ടികൾ ആ വരുണും രാധികയും അവിടെ പുറത്ത് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഇവർക്കിങ്ങനെ ഭയങ്കര പുളകം കൊള്ളുകയാണെന്ന് പറയാം. കാരണം അവർ ഭയങ്കര സന്തോഷിക്കുകയാണ്. അവരെ വിചാരം ഇവരിപ്പോഴും ജയിലിൽ ഇങ്ങനെ കിടക്കുകയാണെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച വാർത്തകളൊന്നും എന്തായാലും ഇവർ അറിഞ്ഞിട്ടില്ല. അപ്പം ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ജയഭാരതി മുത്തശ്ശി ഒന്ന് അനുഭവിക്കട്ടെ, അവിടെ കിടന്ന് നല്ല ക്രൂരമായിട്ട് ഈ പോലീസുകാരൻ പീഡിപ്പിച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ പറയും, എന്നാലും ആ മോഹൻ ഇതുവരെ വിളിച്ചില്ലല്ലോ, നമുക്കൊന്ന് അങ്ങോട്ട് വിളിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാരി മുത്തശ്ശി ഫോൺ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അയാളൊരു മണ്ടനാണ്, അയാൾക്ക് നല്ല പവർ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു മണ്ടനാണ് അയാൾ. കാരണം എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ ആ കണിമംഗലത്ത് വന്നപ്പോൾ ആ കണിമംഗലത്തുള്ള എല്ലാവരും വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവൾക്ക് ഭ്രാന്തില്ല, ഇവളൊക്കെ അഭിനയിക്കുകയാണെന്ന്. പക്ഷേ ആ മണ്ടന് ആ CI ഒന്നും മനസ്സിലാക്കിയിട്ടില്ല, അയാൾ അതൊന്നും പോലും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഹെടി അവനൊരു മണ്ടനായതുകൊണ്ടല്ലേ നമ്മൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കുടുങ്ങുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുത്തശ്ശി എന്തായാലും CIക്ക് വിളിക്കുകയാണ്. CIക്ക് വിളിക്കുന്ന സമയത്ത് CI ഫോൺ എടുക്കുന്നുണ്ട്. CI ആണെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ ഗൗതം CIനോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രിയങ്ക മുത്തശ്ശി അവരെ പറ്റിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് തിരിച്ചൊരു പണി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഗൗതമും CIയും. ഇവർക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പണി കൊടുത്താൽ മതി, എന്നാലും പണി അവർക്ക് കിട്ടിയാൽ മതി.
അങ്ങനെ ഈ സി ഐ ഫോൺ എടുത്തിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ സംസാരിക്കുകയാണ്. ഇവർ പറ്റിച്ച കാര്യങ്ങളൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലാണ് ഈ സി ഐ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല സാറേ, സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു വെച്ചിരുന്നത്, പിന്നെ എന്തോ ആയതൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മോഹൻ പറയുന്നുണ്ട്, ജയഭാരതി മുത്തശ്ശി എൻ്റെ കസ്റ്റഡിയിലാണെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെ അവരെൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാകും. എന്തായാലും അയാൾക്കിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തട്ടി വിടുകയാണ്. അപ്പോൾ സുകുമാരൻ പറയുന്നുണ്ട്, സാറേ അവർക്ക് നന്നായിട്ട് കൊടുത്ത അവിടുന്ന്. പിന്നെ ഈ കണിമംഗലത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ കുടുംബക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് വലിയ പൊസിഷനിലുള്ള ഒരുപാട് പരിചയക്കാരുണ്ടാവും. അവരൊക്കെ വേണമെങ്കിൽ വിളിക്കും. അവൻ വിളിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും ഫോൺ എടുക്കരുത്, അല്ലെങ്കിൽ അവർ എങ്ങനെ എന്ത് പറഞ്ഞാലും അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിട്ട് കളയരുത്, അവിടെ തന്നെ പിടിച്ച് നിർത്തിക്കോ, ഒരു അട്ടനെ പോലെ തന്നെ അങ്ങനെ പിടിച്ച് നിർത്തിക്കോ എന്നൊക്കെ അങ്ങനെ ഈ സുകുമാര മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മോഹനാണെങ്കിൽ എന്തായാലും ഈ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവിടുന്ന് റിലീസായി പോയ കാര്യമൊന്നും പറയുന്നില്ല. കാരണം ഇവരെ പറ്റിച്ച ആൾക്കാരല്ലേ, അപ്പോൾ ഇവർക്ക് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇവർ. അപ്പോൾ മോഹൻ ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ആ മുത്തശ്ശി എൻ്റെ കയ്യിലാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ നേരം വെളുക്കുന്നവരെ അവർ എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. സംഭവം മോൻ ഇപ്പോൾ അവരെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് നേരം വെളുക്കുന്നവരെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവരിതൊന്നും അറിയണില്ല. അപ്പോൾ മോൻ പറയുന്നുണ്ട്, നമുക്കൊന്ന് കാണണമല്ലോ നേരിട്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, വേണം സാറേ, കണിമംഗലത്തേക്ക് എങ്ങനെയെങ്കിലും പ്രിയങ്കനെ കയറ്റണം, അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ മോഹൻ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നാളെ നേരം വെളുക്കുമ്പോൾ നമുക്കൊന്ന് കാണണം, നേരിട്ടൊന്ന് വാ, നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ സുകുമാരി ഉറപ്പ് കൊടുക്കണം, ഓക്കെ സാറേ, അപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എൻ്റെ പൊന്ന് സാറേ, സാറിനെ എനിക്കൊരു കർപ്പൂരം എടുത്തങ്ങ് ഒഴിയാൻ തോന്നുകയാണ്. ഈ സാറിൻ്റെ ഒരു ബുദ്ധി, സാറിൻ്റെ ഒരു കഴിവ് അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് സാറിനെയും കുറച്ച് അങ്ങനെ പൊക്കി പറയാണ്. സി ഐക്കാണെങ്കിൽ ഈ സുകുമാരി മുത്തശ്ശിയുടെ കറക്റ്റ് ക്യാരക്ടറൊക്കെ പിടികിട്ടിയിരിക്കുകയാണ്. ഞാൻ ഇവരെ ആരെയും പറ്റിക്കുന്ന ടൈപ്പാണ്, കൂടെ നിൽക്കുന്നവരെയും പറ്റിക്കുന്ന ടൈപ്പാണെന്ന് സി ഐക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സി ഐ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ ചിരിയിൽ തന്നെ ഉണ്ട് നാളെ ഒരു 8ൻ്റെ പണി തിരിച്ച് കൊടുക്കാനുള്ളതാണെന്ന്. അപ്പോൾ ഓക്കെ വാ, നമുക്ക് നാളെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സി ഐ മോഹനെ ഫോണ് കട്ട് ചെയ്യാണ്. ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സുകുമാരി മുത്തശ്ശി നേരെ നമ്മുടെ പ്രിയങ്കനോട് പറയുന്നത്, എൻ്റെ പ്രിയങ്ക മോളെ, അയാളൊരു മണ്ടനായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയാൻ പോവാണ്. അവർ നാളെ നമ്മളെ നേരിട്ടൊന്നും രാവിലെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിന്നെ കണിമംഗലത്തേക്ക് തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ഇത്ര പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് നീ ഇനി നേരെ കണിമംഗലത്തിൻ്റെ രാജകുമാരി ആവാൻ പോവുകടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവളെ ഇങ്ങനെ വെറുതെ ഓരോ മനക്കോട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ പ്രിയങ്കയാണെങ്കിൽ ഭയങ്കര സന്തോഷിക്കുകയാണ്. മുത്തശ്ശി, എന്നാലും പോലീസുകാരനൊരു മണ്ടൻ തന്നെയല്ലേ, ഇതുവരെ ആയിട്ടും അവർക്ക് ഞാൻ തലക്ക് സുഖമില്ലാത്ത ഒരാളാണെന്ന് ഉള്ള വിശ്വാസം പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി അറിഞ്ഞിട്ട് അത് നമ്മുടെ ഒരു പിടിവള്ളിയാണ്. അപ്പം ഈ കളി ഇനി എന്നും തുടരേണ്ടി വരും മുത്തശ്ശി, എന്നെ എന്നും ഭ്രാന്തിയാക്കി കൊണ്ട് നടക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി ആയിട്ടില്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് ഉപേക്ഷിക്കാമെന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി അവളോട് ഉറപ്പ് കൊടുക്കുകയാണ്. നീ ഇനി സമാധാനമായിട്ടൊന്ന് ഉറങ്ങിക്കോ, കാരണം നാളെ കണിമംഗലത്ത് പോകേണ്ടതല്ലേ. കണിമംഗലത്ത് ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, കാരണം അമ്മാതിരി പവറല്ല അയാൾക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. നാളെ എന്താ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള മട്ടിൽ ഇവരിനി അങ്ങനെ നല്ല ഹാപ്പിയായി നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നേരെ കണിമംഗലത്ത് നമ്മുടെ വരുണ് രാധികയും കിട്ടി അവരുടെ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. രാധിക പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് നാളേക്ക് ശേഷമാണ് മുത്തശ്ശി പറഞ്ഞ പോലെ ഒരു സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പോകുന്നത്. ഇതുവരെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ വാ തോരാതെ സംസാരിക്കുമ്പോഴും വരുണ് ഭയങ്കര ഡെസ്പായിട്ട് തലയും താത്തി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാധിക അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നേരെ വരുണിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വരുണിന് എന്താ ഒരു മൂഡ് ഓഫ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കെന്താ മൂഡ് ഓഫ്, എനിക്ക് മൂഡ് ഓഫ് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഒരു ഡെസ്പായി സംസാരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ നല്ല സന്തോഷവതിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര സന്തോഷവതിയാണല്ലോ, കാരണം ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ എന്ന് മനസ്സമാധാനത്തോടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവന് എന്തൊക്കെ കാര്യത്തിലാണ് നിനക്കൊരു സമാധാനം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, മുത്തശ്ശീനെ ജയിലിൽ നിന്ന് ഇറക്കി, പ്രിയങ്കയും സുകുമാരൻ മുത്തശ്ശി ഇനി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പം വരുൺ അറിയുന്നുണ്ട്, പക്ഷേ
ഞാൻ അത്ര സന്തോഷവതിയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലാണ് ഇനി കിടക്കാൻ പോകുന്നത്. അവനിങ്ങനെ പറയുന്നുണ്ട്, നീ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ കിസ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കണേ. സുകുമാർ മുത്തശ്ശിയും പ്രിയങ്ക കൂടി ആ CI പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നേരം വെളുത്ത് കഴിഞ്ഞ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ പോവുകയാണ് അവർ രണ്ടുപേരും. മുത്തശ്ശിയുണ്ട്, ഇവിടെ വരാനാണ് അവർ പറഞ്ഞത്, പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, അല്ല മുത്തശ്ശി അവർ നമ്മൾ ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ സുകുമാര മുത്തശ്ശി അവളോട് അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഈ നാട്ടിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് വൃത്തികെട്ട സ്ഥലത്ത് പോവല്ലേ പോവല്ലേ എന്ന്. അതിൻ്റെ ഇടയിലാണ് നിനക്ക് അവിടെ പോകാൻ ഇത്ര പൂതി എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, എൻ്റെ പൊന്നു മുത്തശ്ശി അവിടെ ആ കണിമംഗലം ജയഭാരതി കിടക്കുന്നില്ലേ, അവരെ ഒന്ന് കാണാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്, അവരങ്ങനെ ജയിലിൽ കിടക്കുന്നവരൊന്ന് കാണണ്ടേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അത് ശരിയാണ്, ആ കാഴ്ച കാണേണ്ട ഒരു കാഴ്ച തന്നെ. എന്തായാലും നമുക്ക് അയാളോടൊന്ന് ചോദിച്ചു നോക്കാം, അവരാ അവസ്ഥ നമുക്ക് നേരിട്ടൊന്ന് കാണാലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പ്രതീക്ഷയിൽ നിൽക്കണം. ആ സമയത്ത് ഇതാ അവരെ കാറെത്തിയിരിക്കാണ്. അപ്പോൾ കാറെത്തി അവർ രണ്ടുപേരും ഇറങ്ങി കഴിഞ്ഞിട്ട് ഗൗതമനും കണ്ട് അവർ രണ്ടുപേരെയും കണ്ട ഉടനെ തന്നെ നമ്മുടെ പ്രിയങ്ക അഭിനയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭ്രാന്ത് മട്ടിൽ ഇങ്ങനെ ചെറിയ പിള്ളേരെ പോലെ അവൾ ആക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്ക് എന്തായാലും അറിയാം ഇവർ വെറും കള്ളിയാണ് എന്നൊക്കെ. അപ്പോൾ ഈ ഗൗതം വന്നിട്ട് പറയുന്നുണ്ട്, എന്താ സുകുമാരി മുത്തശ്ശി സുഖമല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് സുഖം എന്നൊക്കെ ഒരു മട്ടിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, അല്ല ഇവളുടെ അസുഖം ഭേദമായില്ലേ, നാട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവൾ അസുഖം മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ നീ വിശ്വസിച്ച, അതൊക്കെ അവർ കള്ളം പറഞ്ഞതാണ്. ആ കണിമംഗലത്തുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി അവർ പച്ച കള്ളം പറഞ്ഞുണ്ടാക്കിയതാണ്. ഇവളെ അസുഖത്തിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശി പിന്നെ സീനും മോഹനോട് ഇങ്ങനെ പറയണ്ടേ, എന്തായാലും നമുക്ക് ഇപ്പം തന്നെ കണിമംഗലത്ത് പോയാലോ, എന്നിട്ട് ഇവളെ അവിടെ ആക്കി കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI മോഹൻ പറയും, അതെന്താ അത്രക്ക് തിടുക്കായ ഒരു വരുണിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്നൊക്കെ പ്രിയങ്കനോടാണ് ചോദിക്കുന്നത്. പക്ഷേ ഉത്തരം പറയുന്നത് നമ്മുടെ സുകുമാരിയാണ്. അതേ സാറേ എന്നൊക്കെ പറയുമ്പോൾ മോഹൻ പറയുന്നുണ്ട്, അതിന് ഞാൻ നിങ്ങളോടല്ലല്ലോ ചോദിച്ചത്, ഞാൻ അവളോടല്ല ചോദിച്ചത്, അവൾ ഉത്തരം പറയട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയും, അതിന് അവൾക്ക് ബുദ്ധി ഇല്ലല്ലോ സാറേ, നേർബുദ്ധി ഇല്ലാത്ത അവളോടൊക്കെ എന്ത് ചോദിച്ചിട്ടേ, ഈ ബുദ്ധിയുള്ള എന്നോട് ചോദിക്കും, ഞാൻ പറയാം ഉത്തരം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഗൗതം പറയുന്നുണ്ട്, അതെ ഇന്നലെ രാത്രി കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ എന്ത് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. ഇന്നലെ ജയഭാരതി മുത്തശ്ശി ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവർ വീട്ടിൽ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടതും സുകുമാര മുത്തശ്ശി അങ്ങ് ഞെട്ടാണ്. അവർക്ക് ദേഷ്യം ഇങ്ങനെ വന്നിട്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആര് വിളിച്ചാലും വിട്ടു കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ മോഹനോട് ഇവരങ്ങനെ ഷൗട്ട് ചെയ്യണം. അപ്പം ഈ CI മോഹൻ പറയുന്നുണ്ട്, ഞാൻ വിട്ടുകൊടുക്കാൻ എന്ന് തന്നെ, പക്ഷേ എന്നെ വിളിച്ചതൊക്കെ മേലുദ്യോഗസ്ഥർ കലക്ടറും ആഭ്യന്തര മന്ത്രിയൊക്കെയാണ്, പിന്നെ എങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കുക, എനിക്കങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്ത് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഗൗതം പറയുന്നുണ്ട്, പിന്നെ വേറൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പം മെല്ലൊരു സൂത്രം പ്രയോഗിക്കാണ്, നേരിട്ട് അച്ഛനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെന്തായാലും സമ്മതിക്കില്ല. അപ്പോൾ ഇവളെ അസുഖം ഉണ്ട് എന്ന് ഇവർ അങ്ങ് സമ്മതിച്ച് തരും ചെയ്യൂല. അപ്പോൾ അസുഖം ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇവർ സമ്മതിച്ച് തരും ചെയ്യില്ല എന്ന് നല്ല കറക്റ്റ് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഇവരൊരു ട്രിക്ക് ഉപയോഗിക്കാണ്. ഗൗതം പറയുന്നുണ്ട്, പിന്നെ വേറെ കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആ കോടതിയിൽ നിന്ന് ഒരു ഇത് വന്നിരുന്നു, മരിച്ചുപോയ നാടോടി പെൺകുട്ടിക്ക് പകരം കിടക്കേണ്ടിയിരുന്നത് ഈ പ്രിയങ്ക ആയിരുന്നല്ലോ. പ്രിയങ്ക എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആ നാടോടി പെൺകുട്ടി അതിൽ പെട്ടതാണല്ലോ. പക്ഷേ ഇപ്പോൾ എന്താ വന്നതെന്ന് വെച്ചാൽ ആ പെൺകുട്ടീനെ അവിടെ ബലമായിട്ട് ഈ പ്രിയങ്ക പിടിച്ചു വെച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൾക്കെതിരെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും അവളെ ജയിലിൽ കയറ്റും, അവൾ റിമാൻഡ് ചെയ്യും, പിന്നെ ജയിലിൽ കിടന്ന് എണ്ണേണ്ടി വരും. അതുകൊണ്ട് പിന്നെ വരുണിനെ രാധികനെ വേർതിരിക്കുന്നതും അവരവിടെ നിന്ന് പുറത്താക്കുന്നതും ഒന്നും നടക്കത്തില്ല, അവിടെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അങ്ങ് ഞെട്ടാണ്. പ്രിയങ്ക അയ്യോ എന്നറിയാതെ അങ്ങ് പറയണം, അവൾ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ആ ബോധം അപ്പം വന്നില്ല. പെട്ടെന്ന് അവളാണ്ട് ശരിക്കും നോർമലായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യണം അറിയാതെ. അപ്പോൾ ഗൗതമും മറ്റും ഇങ്ങനെ ഒന്ന് ഞെട്ടുന്നൊക്കെ ഉണ്ട്. ഞെട്ടല്ല, ഇവരെ ഈ ആക്ഷൻ എന്തായാലും ഇങ്ങനെ പുറത്ത് മെല്ലെ മെല്ലെ വരുന്നതൊക്കെ ഇവർ നോക്കി നിൽക്കുകയാണ്. ഗൗതം പറയുന്നത്, ഗൗതമിനോട് ഈ സുബാനോദ് പറയാണ്, അത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, ഇവൾക്ക് ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയല്ലേ, അപ്പോൾ ഇവളെ എങ്ങനെ അറസ്റ്റ് ചെയ്യാനാ എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നത്, ബുദ്ധി ഉണ്ടോ ഇല്ല എന്നൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ തീരുമാനിച്ചോളും, നമുക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ സുബാനോദ് എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ അത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ കൈ ഒഴിയാണോ എന്നൊക്കെ ഇങ്ങനെ ഇവരോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യാണ്. അമ്മയെ നോക്കി ഗൗതം അവൻ്റെ ട്രിക്ക് ഇറക്കാണ്. അവൻ ഗൗതം പറയുന്നുണ്ട്, പക്ഷേ ഒരു വഴിയുണ്ട് പ്രിയങ്കനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരമുത്തശ്ശി എന്നാൽ വേഗം പറ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അച്ഛന് പുറത്തിറങ്ങണം, അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ആ കേസ് പിൻവലിക്കണം, അങ്ങനെ പിൻവലിച്ചാൽ പ്രിയങ്കക്ക് പിന്നെ ജയിലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്ന് പതറാണ്. കാരണം ചന്ദ്രശേഖരനെ പുറത്തിറക്കാൻ ഇവർക്ക് യാതൊരു പ്ലാനും ഇല്ല, അവരവിടെ ജയിലിൽ കിടക്കാനുള്ള ആഗ്രഹം തന്നെ ഇവർക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാന് പറഞ്ഞത് കേട്ടപ്പോൾ ഇവർ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്.
വേണ്ടിയിട്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അതല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഇത് ഓക്കെ ആണെങ്കിൽ ഈ പ്രിയങ്ക നേരെ പോയിട്ട് അച്ഛനെതിരെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് തരണം. പ്രിയങ്ക പറയണം അവരെ കൊല്ലാൻ ശ്രമിച്ചത് അച്ഛനല്ലാന്ന്. അങ്ങനെ ഒന്ന് കോടതിയിൽ പറഞ്ഞാൽ അച്ഛന് റിലീസാവും. അച്ഛൻ റിലീസായി കഴിഞ്ഞാൽ അച്ഛന് മാത്രമേ പ്രിയങ്കനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കേസും പിൻവലിക്കും. അതോടുകൂടി പ്രിയങ്ക സേഫായി. പിന്നെ അച്ഛൻ പിടിച്ചടക്കി കൊടുക്കും ഈ പ്രിയങ്കക്ക് കണിമംഗലം എന്നൊക്കെ. അങ്ങനെ ഗൗതമ ഇവർക്ക് വെറുതെ ഇങ്ങനെ ഓരോ ആഗ്രഹം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരിക്ക് ആകെ ആശയക്കുഴപ്പത്തിലായി. ഇനി എന്താ ചെയ്യുക? ഇയാളെ പുറത്തിറക്കുകയും വേണ്ട, പക്ഷേ പ്രിയങ്കയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയും വേണം. അപ്പോൾ പറയും ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് CA മോഹൻ പറയുന്നുണ്ട് എന്തായാലും എന്നെ ഇവരെ കേസിലേക്ക് വിളിക്കരുത്. കാരണം ഇവരെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് വന്ന് കംപ്ലയിൻറ്റ് ചെയ്ത് സസ്പെൻഷൻ വാങ്ങി. എനിക്കിനി വയ്യ വേറെ ഒരു സസ്പെൻഷന്. അതുകൊണ്ട് ഇവരെ കാര്യത്തിൽ ഇനി എന്നെ വിളിക്കണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്, ഞാനില്ല ഇനി ഇവരെ പ്രശ്നത്തേക്ക് എന്നൊക്കെ അങ്ങനെ ഈ മോഹൻ ഇവരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പേടിപ്പിച്ച് വിടുകയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട് എന്തായാലും ആകെ ഒരു വഴിയുള്ളത് ഈ പ്രിയങ്കയ്ക്ക് നേർബുദ്ധി വരിക എന്നാണ്. അപ്പോൾ നേർബുദ്ധി വന്നിട്ട് അച്ഛന് ചെയ്ത തെറ്റ് അച്ഛനെ അറിയാതെ അച്ഛൻ ചെയ്ത തെറ്റല്ല എന്നൊക്കെ ഒരു മൊഴി ഇവൾ കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അച്ഛൻ മോചിക്കപ്പെടും. അല്ലാതെ വേറെ വഴിയൊന്നും ഇവൾക്ക് രക്ഷിക്കാനില്ല. ഇനി എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ കുറച്ച് ചർച്ച ചെയ്തിട്ട് സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി കുറച്ച് ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതല്ല ഇവർക്ക് നേർബുദ്ധി വന്നാൽ പ്രശ്നം പരിഹരിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിന് നമുക്ക് നേർബുദ്ധി ഇല്ലല്ലോ എന്നൊക്കെ ഗൗതമം എല്ലാം ഇങ്ങനെ തട്ടി വിടുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അത് പിന്നെ സാറേ ഇവർക്ക് നേർബുദ്ധി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ മെല്ലെ പറയുന്നുണ്ട് അയ്യ ഞങ്ങൾ സമ്മതിക്കില്ല, ഇവർക്ക് നേർബുദ്ധി ഇല്ല, എല്ലാവർക്കും അറിയാം കാര്യം, ഞങ്ങളെന്തായാലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാരി മുത്തശ്ശി അവൾ ഇങ്ങോട്ട് പറയും എടി പ്രിയങ്ക ഇനി നേരെ ഒന്ന് സംസാരിച്ച് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവൾ പറയുന്നുണ്ട് ശരിയാ എനിക്ക് നേർബുദ്ധി ഉണ്ട് എന്നിങ്ങനെ അവളങ്ങ് ഭ്രാന്തൊക്കെ മാറ്റി വെച്ച് സംസാരിക്കുക. അങ്ങനെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും കള്ളി പുള്ളി ഇവർ രണ്ടുപേരും ട്രിക്ക് ഉപയോഗിച്ച് അങ്ങ് വെളിച്ചത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭ്രാന്തില്ലാന്ന് ഇവർ തന്നെ അങ്ങ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ പിന്നെ ഇവർ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ തന്നെ പറ്റിച്ചവരാണ് നിങ്ങൾ രണ്ടുപേരും ഇവരെ തീയിട്ട് ചുട്ട് കൊല്ലുകയാണ് വേണ്ടത്. അത്രയും ദേഷ്യമുണ്ട് നിങ്ങൾക്ക്. നീ ഇവളെ ഒറ്റ ഭ്രാന്ത് കാരനാണ് എൻ്റെ അച്ഛൻ എപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ഇവൾക്ക് ഭ്രാന്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എപ്പോഴും ജയിൽ മോചിതനായിരുന്നു. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ ഒറ്റ കാരണമാണ്, നിങ്ങൾ അവിടെ നിന്ന് കൊല്ലുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാലിപ്പം മൊത്തം ഇവരോട് തീർക്കാണ്. അപ്പോൾ ഇവർ അയ്യോ സാറേ വേണ്ട, അത് ഇവളെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, ഇവൾക്ക് പേടിയായിട്ടായിരുന്നു, എല്ലാവരും ഫേസ് ചെയ്യുന്നുള്ളൊരു പേടിയെ കൊണ്ടായിരുന്നു അവൾ അതുപോലെ അങ്ങനെ തുടർന്ന് പോയത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയണം. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെ അവിടെ ആരാളുള്ളതിനെ അവന്റെ അച്ഛനെ ഇറക്കാൻ പോവായിരിക്കും. ഉമ്മി വന്നിട്ട് കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. അതിന്റെ മുന്നേ സീയുടെ ഉമ്മി വന്നു എന്തായാലും തിരക്കുന്ന ഉറപ്പാണ്. ആ ചന്ദ്രശേഖരൻ ഇറങ്ങി കഴിഞ്ഞ പ്രശ്നങ്ങൾ അവിടെ ഉമ്മി വന്നിട്ടാണ് ചോദിച്ചു. അപ്പൊ അതിന്റെ ഇടയിൽ ഇനി അടിയിലെ പുലിവാലിന്റെ ഇടയിൽ എങ്ങനെ രക്ഷപ്പെടുന്നുണ്ടോ നോക്കാം. എന്തായാലും പ്രിയങ്ക ഭ്രാന്തി അല്ല എന്ന് എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി കളി വേറെ രീതിയിലാകാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. ഉമ്മി തായല്ലേ ചന്ദ്രശേഖരൻ ഇറങ്ങി കഴിഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ ഇനി തുടങ്ങാൻ പോവാണ്. അയാൾ കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധി അയാളെ തലയിലുണ്ടാകും. പോരാത്തതിന് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഇവരെയും ചതിക്കാൻ നിൽക്കുകയാണ്. ഇതിലുള്ള എനിമീസ് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കവാറും അവർ ഒരുമിച്ച് കൂടിയാലുള്ള ആ ഒരു പവർഫുൾ എന്തായാലും ഇവർക്ക് കിട്ടില്ല. കാരണം ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുന്നതായതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ ആൾ.